നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 8 വയസ്സുള്ള പെൺകുട്ടി മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണ്. ഏതാണ്ട് 7 മാസമായപ്പോൾ തന്നെ പ്രസവിച്ചു. ജീവിതത്തിലെ നാഴികക്കല്ലുകൾ പലതും വളരെ വൈകിയാണ് സംഭവിച്ചത്. അമ്മയെ തിരിച്ചറിഞ്ഞ് ചിരിച്ചതും സംസാരിച്ചു തുടങ്ങിയതും നടന്നു തുടങ്ങിയതുമൊക്കെ വളരെ വൈകിയാണ്. മാത്രമല്ല, കുട്ടിക്കാലത്ത് തന്നെ അപസ്മാരം പിടിപെടുകയും ചെയ്തു. ഈ അപസ്മാരം എന്ന് പറയുന്നത് പ്രത്യേക ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അപസ്മാരവുമല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ചിലപ്പോൾ കൈയും കാലും എല്ലാം ഇങ്ങനെ വെട്ടി വറച്ച് വായിൽ നിന്നൊരേയും പതയൊക്കെ വരുന്ന രീതിയിൽ, നാവൊക്കെ കടിച്ചു മുറിക്കുന്ന രീതിയിലുള്ള അപസ്മാരത്തിൻ്റെ സംഗതികൾ വരും. ചില സമയത്ത് കൈ ഇങ്ങനെ വെട്ടി തെറിക്കുന്ന പോലെയുള്ള അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ വരും. മറ്റു ചില അവസരങ്ങളിൽ കണ്ണിങ്ങനെ മിഴിച്ചിങ്ങനെ കണ്ണ് തുറച്ചിങ്ങനെ ഇരിക്കും. ആ സമയത്ത് ചുറ്റും നടക്കുന്ന ഒന്നും അറിയില്ല, വിളിച്ചാൽ അറിയുകയില്ല. അപൂർവം ചില സമയങ്ങളിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ല, വെറുതെ ഇരിക്കുകയാണ്, പെട്ടെന്ന് ഏതാനും സെക്കൻഡ് നേരം അല്ലെങ്കിൽ പരമാവധി 1 മിനിറ്റ്, അതിൽ കൂടുതൽ നീണ്ടു നിൽക്കും. ആ ദേഷ്യം വരുന്ന സമയത്ത് സാധനങ്ങളെടുത്തെറിയുക, ആളുകളെ തല്ലുക, ആക്രമിക്കുക, അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് തീർത്തും നോർമലാവും. ഇത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനൊരു കാര്യം ചെയ്തതായിട്ട് പോലും അറിയില്ല. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഭിത്തിയിൽ കൊണ്ടുപോയി തല ഇങ്ങനെ ആവർത്തിച്ചിടിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് വലിയ ബലമാണ് ആ കുട്ടിക്കെന്നാണ് പറയുന്നത്. മാതാപിതാക്കളൊക്കെ കഠിനമായിട്ട് ശ്രമിച്ചാലേ ഒന്ന് പിടിച്ചു മാറ്റാൻ പറ്റും. ചില സമയങ്ങളിലാണെങ്കിൽ ഗ്ലാസ്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൈ ഇങ്ങനെ മുറിക്കാൻ വേണ്ടി ശ്രമിക്കും. അന്നേരവും പിടിച്ചു മാറ്റിയാൽ വളരെ ബലമാണ് ആ കുട്ടിക്കെന്നാണ് പറയുന്നത്. ഇപ്പോൾ 8 വയസ്സായി, പക്ഷേ എഴുതാനും വായിക്കാനും ഒന്നും ഇപ്പോഴും അറിയില്ല. മാത്രമല്ല, കാര്യങ്ങൾ പറഞ്ഞാൽ പലതും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഈ കുട്ടി കാണിക്കുന്ന ഈ പെരുമാറ്റ വ്യത്യാസങ്ങളാണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് അസഹ്യമായി മാറുന്നത്. തല കൊണ്ട് ഭിത്തിയിലിടിക്കുന്നു, അങ്ങനെ തലയിലൊക്കെ മുഴ വരുന്നു, അല്ലെങ്കിൽ വളരെ ഉറക്കെ കരയുന്നു. ഇത്തരം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കുട്ടിയെ പരിശോധിക്കുമ്പോൾ 3 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, കുട്ടിക്ക് ബുദ്ധി വളർച്ച കുറവുണ്ട്, പ്രായത്തിനനുസരിച്ച് തലച്ചോറിന് വളർച്ചയില്ല. 2, ആ കുട്ടി സ്വന്തം ശരീരം മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നു. അത് ഭിത്തിയിൽ കൊണ്ട് തലയിടിക്കുന്നതാകാം, ഗ്ലാസ് എടുത്ത് കൈമുറിക്കുന്നതാകാം. 3, വ്യത്യസ്ത തരത്തിലുള്ള അപസ്മാരങ്ങൾ ഒരേ സമയം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് കൃത്യമായിട്ടെന്നുള്ളതല്ല, ഒരേ കുട്ടിയിൽ തന്നെ പലപ്പോഴായിട്ട് ഇങ്ങനെ മാറി വരുന്നു. അപ്പോൾ കയ്യും കാലും ഒക്കെ വെട്ടി വിറയ്ക്കുന്ന ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ എന്ന് പറയുന്ന അപസ്മാരം, കൈ ഇങ്ങനെ വെട്ടിത്തെറിക്കുന്ന മയോക്ലോണിക് സീഷർ എന്ന് പറയുന്ന അപസ്മാരം, കണ്ണുകളിങ്ങനെ മിഴിച്ചിരിക്കുന്ന ആബ്സെൻറ്റ് സീഷർ എന്ന് പറയുന്ന അപസ്മാരം, പെട്ടെന്ന് വരുന്ന 1 മിനിറ്റിൽ താഴെ നിൽക്കുന്ന പെരുമാറ്റ വ്യത്യാസങ്ങളുടെ രൂപത്തിൽ പ്രകടമാകുന്ന കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന അപസ്മാരം. ഇങ്ങനെ ഈ അപസ്മാരങ്ങളൊക്കെ മാറി വരികയാണ്. ഇത് ജന്മനാ ഉണ്ടാകുന്ന ജനിതകമായ അടിത്തറയുള്ള ഒരു രോഗാവസ്ഥയാണ്. ലെനോക്സ് ജെസ്റ്റോട്ട് സിൻഡ്രോം അഥവാ LGS എന്നാണ് ഇതിന് പറയുന്ന പേര്. ലെനോക്സ് ജെസ്റ്റോട്ട് സിൻഡ്രോമിൽ തീവ്രമായ ബുദ്ധി വളർച്ചക്കുറവ്, വ്യത്യസ്ത തരം അപസ്മാരങ്ങൾ ഒരേ കുട്ടിയിൽ തന്നെ മാറി വരിക, സ്വന്തം ശരീരം മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ കാണുക. അപ്പോൾ ഇതിന് ചില അപസ്മാര വിരുദ്ധ ഔഷധങ്ങൾ തന്നെയാണ് സാധാരണഗതിയിൽ ചികിത്സയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലമോട്രിജിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില അപസ്മാര വിരുദ്ധ ഔഷധങ്ങളുണ്ട്. എല്ലാ തരം അപസ്മാരങ്ങൾക്കും ഒരുപോലെ ഫലപ്രദമാകുന്ന മരുന്നുകളാണ്. അത്തരം മരുന്നുകൾ കൊടുത്താൽ ഈ അപസ്മാര ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാവും. ഈ സ്വന്തം ശരീരം മുറിവേൽപ്പിക്കുകയും ദേഷ്യം കാണിക്കുകയും ചെയ്യുന്ന പെരുമാറ്റങ്ങൾ നിയന്ത്രണ വിധേയമാകാനായിട്ട് ചിലപ്പോൾ ചെറിയ ഡോസിലുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ്, വൈകാരിക ക്രമീകരണം സാധ്യമാകുന്ന മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഉറക്കം കൃത്യമാക്കാൻ സഹായകമായ മരുന്നുകളും കൊടുക്കേണ്ടി വരും. പലപ്പോഴും ഇവർക്ക് ബുദ്ധി വളർച്ച കുറവുള്ളത് തന്നെ നമ്മളൊരു ബിഹേവിയർ തെറാപ്പി, പെരുമാറ്റ ചികിത്സ അതൊക്കെ കൊടുത്താൽ അത് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ അതിനനുസരിച്ച് പ്രതികരിക്കാനോ ഇവർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ മരുന്നുകൾ കൊടുത്ത് അവരുടെ പെരുമാറ്റമൊക്കെ ക്രമീകരിക്കപ്പെട്ട ശേഷം ചിലപ്പോൾ ബിഹേവിയർ തെറാപ്പി നൽകി കഴിഞ്ഞാൽ അതിനോട് അവർ സഹകരിച്ചെന്നിരിക്കും. അത് നല്ല രീതിയിൽ അവരുടെ പെരുമാറ്റത്തിൽ മെച്ചം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ലെനോക്സ് ജെസ്റ്റോട്ട് സിൻഡ്രോം. പക്ഷേ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ചികിത്സിച്ചാൽ അതിനെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം.